നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇതിൽ സ്കോട്ട്ലൻഡും സ്വിറ്റ്സർലൻഡും തമ്മിലുള്ള മത്സരം 1-1 സമനിലയിലാണ് അവസാനിച്ചത്. സ്കോട്ട്ലൻഡിനായിട്ട് സ്കോട്ട് മാക്ടോമിനായി ഗോൾ അടിച്ചപ്പോൾ സ്വിറ്റ്സർലൻഡിന്റെ ഗോൾ ഷാക്കിരിയുടെ വകയായിരുന്നു. 26ാമത്തെ മിനിറ്റിലാണ് ഷാക്കിരി മറുപടി കൊടുക്കുന്നത്. അങ്ങനെ 1-1 മത്സരം അവസാനിക്കുകയും ചെയ്തു. ഇപ്പോൾ ഷാക്കിരിയുടെ ആ ഒരു കിടിലൻ ഗോൾ, അതിനെക്കുറിച്ച് പലതരത്തിലുള്ള വിശകലനങ്ങളൊക്കെ വരുന്നു. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിശേഷണം റയാൻ ഒഹാൻലോൺ നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ഇന്റർനാഷണൽ സോക്കർ മാത്രം കണ്ടിട്ട് ലോകത്തെ ഏറ്റവും മികച്ച താരം ആരാണ് എന്ന് പറയുന്ന അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഇന്റർനാഷണൽ ഫുട്ബോൾ മാത്രമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, ബട്ട് ഇഫ് യു ഓൺലി വാച്ച് ഇന്റർനാഷണൽ സോക്കർ യു വുഡ് തിങ്ക് ദാറ്റ് Xherdan Shaqiri is the greatest soccer player of all time and you would be right എന്നാണ് അദ്ദേഹം കുറിക്കുന്നത്. നമ്മൾ ഇന്റർനാഷണൽ ഫുട്ബോൾ മാത്രം കാണുകയാണെങ്കിൽ ഷാക്കിരിയാണ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമെന്ന് ഒരു പക്ഷേ പറഞ്ഞു പോകും. അത് അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ കാണുമ്പോൾ അത് ഇന്റർനാഷണൽ ഫുട്ബോൾ മാത്രമാണ് കാണുന്നതെങ്കിൽ, കളിക്കുന്നത് ഏത് ക്ലബിലോ ഏത് ലീഗിലോ ആവട്ടെ, ഇന്റർനാഷണൽ ഫുട്ബോളിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ ദേശീയ ടീമിന് വേണ്ടി 100% സമർപ്പിക്കുകയും വിസ്മയിപ്പിക്കുന്ന പ്രകടനം നടത്തുകയും ചെയ്യുന്ന അത്യപൂർവം ചില താരങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഷാക്കിരി. അതിലൊരു സംശയവും വേണ്ട. ഒച്ചാവോയെ അങ്ങനെ നമ്മൾ കാണാറുണ്ട്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഷാക്കിരിയുടെ കാര്യം. ഇപ്പോൾ കഴിഞ്ഞ 6 മേജർ ടൂർണമെന്റുകളിൽ അദ്ദേഹം ഗോൾ അടിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആദ്യ താരമാണ്. കഴിഞ്ഞ 3 വേൾഡ് കപ്പുകളിലും കഴിഞ്ഞ 3 യൂറോ കപ്പുകളിലും, കഴിഞ്ഞ എന്ന് പറയാനല്ലേ ഈ യൂറോ കപ്പ് നടക്കുകയാണ്. അപ്പം അങ്ങനെ 6 മേജർ ടൂർണമെന്റുകളിൽ അദ്ദേഹം തുടർച്ചയായിട്ട് ഗോൾ അടിച്ചിരിക്കുന്നു. 2014 വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന്റെ വക 3 ഗോളുകൾ ഉണ്ടായിരുന്നു. 2016 യൂറോയിൽ അദ്ദേഹം ഒരു ഗോൾ അടിച്ചു. 2018 വേൾഡ് കപ്പിൽ അദ്ദേഹം ഒരു ഗോൾ അടിച്ചു. 2020 യൂറോ, അതായത് 2021 നടന്നത്, ആ യൂറോയിൽ അദ്ദേഹത്തിന്റെ വക 3 ഗോളുകൾ. 2022 വേൾഡ് കപ്പിൽ ഒരു ഗോൾ. 2024 യൂറോ കപ്പിൽ ഇതാ അദ്ദേഹം ഗോൾ അടിച്ചിരിക്കുന്നു. അതും സ്റ്റണ്ണിങ് ഗോളുകളാണ് പലതും. അങ്ങനെ ഇന്റർനാഷണൽ മത്സരങ്ങൾ വരുമ്പോൾ വേറെ ലെവലിലേക്ക് മാറുന്ന ഷാക്കിരി, അദ്ദേഹം ഇപ്പോൾ കളിക്കുന്ന MLS നോക്കണം. നേരത്തെ ലിവർപൂളിൽ കളിച്ചിട്ടുണ്ട്, പിന്നെ ഫ്രഞ്ച് ലീഗിൽ ലിയോണിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം MLS ചിക്കാഗോ ഫയറിന് വേണ്ടി കളിക്കുകയാണ്. പക്ഷെ ഏത് ക്ലബ് ആവട്ടെ, ഏത് ലീഗ് ആവട്ടെ, ദേശീയ ടീമിന്റെ കുപ്പായം അണിഞ്ഞാൽ ഷാക്കിരി വേറെ ലെവലാണ്. 124 മത്സരങ്ങളാണ് സ്വിറ്റ്സർലൻഡിന് വേണ്ടി ഇതുവരെ അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതിൽ 32 ഗോളുകളും 29 അസിസ്റ്റുകളും അദ്ദേഹത്തിന്റെ പേരിൽ കുറിക്കപ്പെട്ടിട്ടുണ്ട്. 310 കീ പാസുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. 62 ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട, സ്വിറ്റ്സർലൻഡിന് വേണ്ടി ഇത്രയും മികച്ച രൂപത്തിൽ ബിഗ് സ്റ്റേജുകളിൽ കളിക്കുന്ന ഒരു താരം അത് ഷാക്കിരി തന്നെയാണ്. അപ്പം അതിനെക്കുറിച്ചുള്ളൊരു വിശകലനം എന്ന രൂപത്തിലാണ്, തമാശ രൂപത്തിൽ ആ ജേർണലിസ്റ്റ് അങ്ങനെ പറയുന്നത്. നിങ്ങൾ അന്താരാഷ്ട്ര ഫുട്ബോൾ മാത്രമാണ് കാണുന്നതെങ്കിൽ ഒരു പക്ഷേ ഷാക്കിരിയാണ് ലോകത്തെ ഏറ്റവും മികച്ച താരം, എക്കാലത്തെയും ഏറ്റവും മികച്ച താരം എന്ന് തോന്നിപ്പോകും. അങ്ങനെ തോന്നുന്നതിൽ തെറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഗ്രൂപ്പ് എയിലെ 2ാം റൗണ്ട് മത്സരങ്ങൾ കൂടി കഴിയുകയാണ്. ഇപ്പം ജർമ്മനി 2 കളികൾ 6 പോയിന്റ് 1ാം സ്ഥാനത്ത്, അവർ അടുത്ത റൗണ്ട് ഉറപ്പാക്കി കഴിഞ്ഞു. സ്വിറ്റ്സർലൻഡ് 2 കളി 4 പോയിന്റ്, സ്കോട്ട്ലൻഡ് 2 കളി 1 പോയിന്റ്, ഹംഗറി 2 കളി പോയിന്റ് ഒന്നുമില്ല. ഈ ഗ്രൂപ്പിൽ ഇപ്പോഴും ആർക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജർമ്മനി സേഫ്ലി നോക്കൌട്ടിലേക്ക് കടന്നു. ഇനി സ്വിറ്റ്സർലൻഡുമായിട്ട് ടോപ്പ് സ്പോട്ടിന് വേണ്ടിയിട്ടുള്ള മത്സരം മാത്രമേ ഉള്ളൂ. 1ാമത് ഫിനിഷ് ചെയ്യുമെന്നതിനുള്ള മത്സരം മാത്രമേ ഉള്ളൂ. ഇനി ഹംഗറിയെ സംബന്ധിച്ചിടത്തോളം സ്കോട്ട്ലൻഡിനെതിരെ അവർക്ക് ഒരു വിജയം, അത് ഒരു ബിഗ് മാർജിനുള്ള ഒരു വിജയത്തിലേക്ക് പോകാൻ പറ്റണം. എങ്കിൽ മാത്രമാണ് ഹംഗറിക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അത് ബിഗ് മാർജിനുള്ള വിജയമാണ്. കാരണം അവർ അവസാന സ്ഥാനത്താണ്, 2 കളി പോയിന്റില്ലാതെ നിൽക്കുകയാണ്. അതേസമയം സ്കോട്ട്ലൻഡിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരം അവർക്ക് വിജയിക്കാൻ പറ്റിയാൽ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാരണം 3 ടീമുകൾക്ക് വരെ കടക്കാം. അതാണ് യൂറോ കപ്പിന്റെ ഒരു പ്രത്യേകത. മികച്ച 3ാം സ്ഥാനക്കാരും അടുത്ത റൗണ്ടിലേക്ക് കടക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഗ്രൂപ്പിൽ ആർക്ക് വേണമെങ്കിലും സാധ്യതയുണ്ട് എന്ന രൂപത്തിലാണ് നിൽക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വരാം.